KPCC അധ്യക്ഷൻ്റെ വാർത്താക്കുറിപ്പിൽ അദ്ദേഹം പറയുന്നത് ഈ എക്സാലോജിക് അന്വേഷണവും ലാവ്ലിൻ കേസ് പോലെ തന്നെ ഫ്രീസറിലേക്ക് പോകും. അത് ഈ പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി അദ്ദേഹത്തെ കണ്ട് അത് സെറ്റ് ചെയ്ത് കഴിഞ്ഞു എന്ന ഒരു വിമർശനമാണ് KPCC അധ്യക്ഷൻ ഉന്നയിക്കുന്നത്. എക്സാലോജിക് ഇടപാടും അതിൻ്റെ പ്രത്യാഘാതങ്ങളും ആണ് പിണറായിയെ എറണാകുളത്ത് ഓടിയെത്തി പ്രധാനമന്ത്രിയെ സ്വീകരിക്കുന്നതിലേക്ക് നയിച്ചത് എന്ന് അദ്ദേഹം വിമർശിക്കുന്നുണ്ട്. തുടർന്ന് എക്സാലോജിക് പണമിടപാടിനെക്കുറിച്ച് അന്വേഷിക്കാൻ EDയും CBIയും നിയോഗിക്കുന്നതിന് പകരം ROCയുടെ റിപ്പോർട്ട് കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന് വിട്ട് പിണറായിയെ സംരക്ഷിക്കുകയാണ് കേന്ദ്രം ചെയ്തിരിക്കുന്നത് എന്നും പറയുന്നുണ്ട്. ROCയുടെ വെബ്സൈറ്റിൽ നിന്ന് എക്സാലോജിക്കിനെതിരായ റിപ്പോർട്ട് പോലും നീക്കം ചെയ്തു എന്ന അതിപ്പം ശുപാർശ വന്നല്ലോ. അപ്പം CBIയും EDയും ഇത് അന്വേഷിക്കണം എന്നുള്ള ശുപാർശയാണ് വന്നിരിക്കുന്നത്. സഹകരണ ബാങ്കുകളിലെ ED അന്വേഷണം, മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് നടന്ന സ്വർണ്ണക്കള്ളക്കടത്ത്, ഡോളർ കടത്ത്, ലൈഫ് മിഷൻ ഇടപാട്, ലാവ്ലിൻ കേസ് തുടങ്ങിയവയുടെ വഴിയെ എക്സാലോജിക് ഇടപാടും ഫ്രീസറിലേക്ക് നീങ്ങുമെന്നാണ് വ്യക്തം. ഈ ഒരു വിവാദം വന്നപ്പോൾ തന്നെ ഇത് അതിൽ അങ്ങ് ആവേശം കൊണ്ട് പ്രതികരണം നടത്തുന്നതിന് പകരം ഇത് പിണറായി വിജയനെ ഭയപ്പെടുത്തി നിർത്താനും CPMനെ ഭയപ്പെടുത്തി നിർത്താനും അതിലൂടെ BJPയും CPMും തമ്മിൽ ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു ഒത്തുതീർപ്പിലേക്ക് എത്തുന്നതിനും വേണ്ടിയാണ് എന്ന രീതിയിലുള്ള വിമർശനമാണ് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇന്ന് മാധ്യമങ്ങളെ കാണുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനത്തിൽ വളരെ വിശദമായി തന്നെ ഇതിനെക്കുറിച്ച് പറയുന്നുമുണ്ട്. നമുക്ക് ആദ്യം അതൊന്ന് കേൾക്കാം. പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ടിന്റെ പ്രൊവിഷനിൽ വന്നാൽ അത് അന്വേഷിക്കേണ്ടത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആണ്. പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ടിന്റെ പരിധിയിൽ വന്നാൽ അത് അന്വേഷിക്കേണ്ടത് CBI ആണ്. അപ്പൊ CBIയും EDയും അന്വേഷിക്കേണ്ട കേസാണ് ഇത് എന്ന് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് എന്ന് പറയുന്ന സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റി സർക്കാരിന് റിപ്പോർട്ട് കൊടുക്കുന്നു. കേന്ദ്ര സർക്കാർ ഇപ്പൊ എന്താ ചെയ്തിരിക്കുന്നത്? കേന്ദ്ര സർക്കാർ കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തെ കൊണ്ട് ഇത് അന്വേഷിപ്പിക്കും. അത് തന്നെ ഇവർ തമ്മിലുള്ള ഏർപ്പാടിന്റെ ഭാഗമാണ്. അത് CBIയെ കൊണ്ടും EDയെ കൊണ്ടും അന്വേഷിക്കാതെ കോർപ്പറേറ്റ് മന്ത്രാലയത്തെ കൊണ്ട് അത് അന്വേഷിപ്പിക്കുന്നത് സംഘപരിവാർ നേതൃത്വവും CPM നേതൃത്വവും പിണറായി വിജയനും തമ്മിലുള്ള അവിഹിത ബന്ധത്തിന്റെ ഭാഗമാണ് യഥാർത്ഥത്തിൽ അന്വേഷിക്കാൻ. അതാണ് ഇവിടെ നടന്നിരിക്കുന്നത്. അപ്പൊ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഈ ഫൈൻഡിംഗ് ഉള്ളതുകൊണ്ട് അഴിമതി നിരോധന നിയമത്തിന്റെയും കള്ളപ്പണം വെളുപ്പിക്കൽ വിരുദ്ധ നിയമത്തിന്റെയും പരിധിയിൽ വരുന്നതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട ഏജൻസികളാണ് അന്വേഷിക്കേണ്ടത്. ഈ പ്രാഥമിക അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ടേ നമുക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും ഒടുവിൽ കിട്ടുന്നൊരു വിവരം, അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. എക്സാലോജിക് എന്ന സോഫ്റ്റ്വെയർ കമ്പനിയുടെ പ്രവർത്തനങ്ങളിൽ ഗുരുതര ക്രമക്കേടുകളുണ്ട്. അതായത് ROCയുടെ പ്രാഥമിക അന്വേഷണത്തിലുള്ള കാര്യങ്ങളാണ്. പ്രോസിക്യൂഷന് വിധേയമാക്കപ്പെടാൻ തക്കവണ്ണം ഗുരുതരമായ കുറ്റങ്ങൾ കമ്പനി ഉടമകൾ നടത്തിയിട്ടുണ്ട്. അത് രണ്ടാമത്തെ കാര്യം. കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമത്തിൻ്റെയും അഴിമതി നിരോധന നിയമത്തിൻ്റെയും ലംഘനം പ്രാഥമിക അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് CBIക്കും EDക്കും അന്വേഷണത്തിന് കൊടുക്കണം എന്ന ശുപാർശയുള്ളത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.